Hello students, welcome to Easy Learning with Suvida. ഹലോ സ്റ്റുഡൻസ്, 10ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഓരോ ചോദ്യത്തിന് ശേഷവും അതിൻ്റെ ഉത്തരം കൃത്യമായി ഉണ്ടാവും. അതിനെ വിശകലനം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് ഉത്തരം എഴുതിയെടുക്കണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ പൗസ് ചെയ്ത് എഴുതിയെടുക്കുകയോ ചെയ്യാം. തീർച്ചയായും ചോദ്യോത്തരങ്ങൾ നിങ്ങൾ അതുപോലെ തന്നെ എഴുതിയെടുക്കുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ തീർച്ചയായും ഈ പാഠഭാഗങ്ങൾ പെട്ടെന്ന് തന്നെ മനസ്സിലാവാനും പഠിക്കാനും മാർക്ക് അതുപോലെ മേടിക്കാനും നിങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് തീർച്ചയായും സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ വീഡിയോ കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മാത്രം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. കാരണം ഇത് പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. ഇതിൻ്റെ ഒരു റിസോഴ്സസും നമുക്ക് അവൈലബിൾ അല്ല എവിടെയും. അതുകൊണ്ട് തന്നെ കുറേ എഫേർട്ട് ഇട്ടിട്ടാണ് ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എഫേർട്ട് നിങ്ങൾ കാണണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിരവലംബം മമ കുടുംബവും ഇനി. തനിക്കൊരു ആപത്ത് വന്നപ്പോഴും കുടുംബത്തെക്കുറിച്ചാണ് ഹംസം ചിന്തിക്കുന്നത്. മറ്റെന്തെല്ലാം സവിശേഷതകളാണ് ഹംസത്തിനുള്ളത്? ചർച്ച ചെയ്യുക. അപ്പോൾ ഈ ഒരു ആട്ടക്കഥാഭാഗത്ത് നളൻ ഹംസത്തെ പിടിക്കുന്ന വേളയിൽ ഹംസത്തിൻ്റെ സ്വർണ്ണവർണ്ണം കണ്ട് അതിൻ്റെ ആ ഭംഗിയിൽ ആകൃഷ്ടനായി നളൻ ഹംസത്തെ പിടിക്കുന്ന വേളയിൽ ഹംസം ചിന്തിക്കുന്നതാണിങ്ങനെ: നിരവലംബം മമ കുടുംബവും ഇനി. അതായത് ഹംസം മരിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ നളൻ ഹംസത്തെ പിടിച്ച് ഉപദ്രവിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ പിടിച്ച് കൂട്ടിൽ അടയ്ക്കപ്പെടുന്നതോടുകൂടി ഹംസത്തിൻ്റെ കുടുംബത്തിന് ഇനി ആരുമില്ല. ആകെ ഹംസം മാത്രമാണ് ആ കുടുംബത്തിന് അത്താണിയായി ഉണ്ടായിരുന്നത്. ഹംസത്തിൻ്റെ പിതാവ് മരിച്ചുപോയി, മാതാവ് ഒറ്റയ്ക്കാണ്, കുട്ടിക്കും ഭാര്യയ്ക്കും താൻ മാത്രമേ ഉള്ളൂ എന്ന ഒരു തോന്നൽ ഹംസത്തിൻ്റെ മനസ്സിലുണ്ട്. അപ്പോഴാണ് ഹംസം ഇങ്ങനെ ചിന്തിക്കുന്നത്: ഇനി എൻ്റെ കുടുംബത്തിന് ആരും അവലംബിക്കാനില്ല, ആരും എൻ്റെ കുടുംബത്തെ സഹായിക്കാനില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഹംസം ചിന്തിക്കുന്നത്. അപ്പോൾ എന്തെല്ലാം സവിശേഷതകളാണ് ഹംസത്തിനുള്ളത് എന്നതാണ് പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോകാം. ദ്രോഹമിതു പൊഴുതമര ഗഹവര ഗുണനിധി, ഖേദമരുതുതേ പറന്നിച്ഛയ്ക്കൊത്ത വഴി ഗച്ഛനി. ചില അക്ഷരങ്ങൾ
വരികളിൽ ആവർത്തിക്കുന്നുണ്ടല്ലോ. ഇത് കാവ്യഭാഗത്തിൻ്റെ ചൊല്ലഴക് വർദ്ധിപ്പിക്കുന്നില്ലേ? ഇത്തരത്തിലുള്ള വരികൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി അവയുടെ സവിശേഷതകൾ അവതരിപ്പിക്കുക. അപ്പോൾ ഇത് ഈ ഒരു കവിതാ ഭാഗത്ത് നോക്കുക. എന്താണ്? ചില അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അക്ഷരങ്ങൾ കാവ്യഭാഗത്ത് ആവർത്തിക്കപ്പെടുമ്പോൾ ഇത് കാവ്യത്തിൻ്റെ ചൊല്ലഴക് അല്ലെങ്കിൽ നമ്മൾ ചൊല്ലുമ്പോഴുള്ള ഭംഗി വർദ്ധിപ്പിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വരികൾ പാഠഭാഗത്ത് വേറെയുമുണ്ട്. അവ കണ്ടെത്തി അവയുടെ സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോകാം. ചെറുതും പിഴ ചെയ്യാതൊരെന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ട് തവ ഭൂപതി. ഹംസത്തിൻ്റെ വാക്കുകൾ വിശകലനം ചെയ്ത് അവയിൽ തെളിയുന്ന ജീവിത മൂല്യങ്ങൾ കണ്ടെത്തി അവതരിപ്പിക്കുക. അപ്പോൾ ഇവിടെ ഹംസം പറയുന്നുണ്ട് രാജാവിനോട്, ഹംസത്തിൻ്റെ ഭാഗ്യഭംഗി കണ്ടിട്ടാണ് നളൻ അതിനെ പിടിക്കാൻ ഒരുങ്ങുന്നത്. തന്നെ ഉപദ്രവിക്കാനാണ് നളൻ തന്നെ പിടിച്ചത് എന്നാണ് ഹംസം തെറ്റിദ്ധരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, അതിൻ്റെ ഭാഗ്യഭംഗി കണ്ട് ആകൃഷ്ടനായാണ് നളൻ അതിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പോൾ നളനോട് ഹംസം പറയുകയാണ്, ഒരു തെറ്റും ചെയ്യാത്ത എന്നെ കൊന്നാൽ താങ്കൾക്ക് ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടാകും രാജാവേ എന്നതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ജീവിത മൂല്യം, ഈ ഹംസത്തിൻ്റെ വാക്കുകളിൽ തെളിയുന്ന ജീവിത മൂല്യം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ചെറിയ തെറ്റ് പോലും ചെയ്യാത്ത ഒരാളെ, ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ ഉപദ്രവിക്കുന്നത്, കൊല്ലുന്നത് ഒക്കെ തന്നെ പാപമാണ് അല്ലേ? അപ്പോൾ ആ ഒരു ജീവിത മൂല്യമാണ് ഇവിടെ തെളിയുന്നത്. അതിനെ കണ്ടെത്തി അവതരിപ്പിക്കാനാണ്, എന്തൊക്കെ ജീവിത മൂല്യങ്ങളാണ് ഇവിടെ തെളിയുന്നത് എന്നത് കണ്ടെത്തി അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആൻസറിലേക്ക് പോകാം.
കഥകളി ലോകപ്രശസ്തമായ കേരളീയ കലാരൂപമാണ്. കഥകളിയുടെ സവിശേഷതകൾ പരിചയപ്പെടുത്തുന്നതിന് സഹായകമായ ചിത്രങ്ങളും വിവരണങ്ങളും ഉൾപ്പെടുത്തി ഡിജിറ്റൽ ആൽബം തയ്യാറാക്കുക. അപ്പോൾ കഥകളിയെക്കുറിച്ച് നമുക്കറിയാം. കഥകളി ലോകപ്രശസ്തമായ കേരളീയ കലാരൂപമാണ്. കേരളീയർക്ക് ഏറെ അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്ന ഒരു കലാരൂപമാണ്. അരങ്ങത്ത് അവതരിപ്പിക്കപ്പെടുന്ന അനുഷ്ഠാന കലാരൂപമാണ് കഥകളി. അപ്പോൾ കഥകളിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് അവ പരിചയപ്പെടുത്തുന്ന രീതിയിൽ അതിന് സഹായകമായിട്ടുള്ള ചിത്രങ്ങളും കൂടി ഉൾപ്പെടുത്തിയ ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം.
ആട്ടക്കഥാഭാഗം ഗദ്യരൂപത്തിലുള്ള സംഭാഷണമാക്കി മാറ്റി എഴുതുക. നളൻ്റെയും ഹംസത്തിൻ്റെയും കഥാപാത്ര സവിശേഷതകൾ ഉൾക്കൊണ്ട് ആട്ടക്കഥാഭാഗം റോൾ പ്ലേ ആയി അവതരിപ്പിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയുടെ ആദ്യ ദിവസത്തെ കുറച്ച് ഭാഗം ആട്ടക്കഥാരൂപത്തിലാണ് തന്നിട്ടുള്ളത്. ഇനി അതിനെ നമ്മൾ ഗദ്യരൂപത്തിലാക്കി സംഭാഷണമാക്കി മാറ്റി എഴുതണം. ഹംസത്തിൻ്റെയും നളൻ്റെയും കഥാപാത്ര സവിശേഷതകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ആട്ടക്കഥാഭാഗം ഒരു റോൾ പ്ലേ രീതിയിൽ സംഭാഷണമാക്കി മാറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗദ്യഭാഗത്തിലാക്കി ഇതിൽ ശ്ലോകങ്ങളും ഒക്കെ ചേർത്തിട്ടാണ് നമുക്ക് ഈ ആട്ടക്കഥാഭാഗം തന്നിട്ടുള്ളത്. അത് നമ്മൾ എന്താക്കി മാറ്റണം? സംഭാഷണ രൂപം ആക്കി മാറ്റണം. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം.